കുറുമ്പ ചോദിച്ചു, കുഞ്ഞിന് എന്നെ ഓർമ്മയില്ലേ? ഒരുപാട് പേരെ ഓർക്കുന്നതല്ലേ? 4 വയസ്സുള്ളപ്പോൾ നിന്നെ തോളത്ത് കിടത്തി ചന്ദ്രൻ കാളിയമ്പിയുടെ കഥ പറഞ്ഞു തന്നത് ഞാനായിരുന്നു. കുറുമ്പയുടെ മുന്നിൽ മറവിയുടെ ആത്മനിന്ദയിൽ ഞാൻ ഉരുകി അവസാനിച്ചു. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലെ സഹായിയായിരുന്ന കുറുമ്പയാണ് കടയ്ക്കൽ സമരനായകനായിരുന്ന ചന്ദ്രൻ കാളിയമ്പിയുടെ ചരിത്രവും ഘടോൽക്കജനെ കുറിച്ചുള്ള ഒരു നാടൻ പാട്ടുമൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. പിന്നീട് എത്രയോ വലിയ വേദികളിൽ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ ഫ്രാങ്കോ രാഘവൻ പിള്ളയെയും ചന്ദ്രൻ കാളിയമ്പിയെയും കുറിച്ച് പ്രസംഗിച്ച് വാചാല വീര്യനായി തീർന്നിട്ടുണ്ട് ഞാൻ. കരഘോഷങ്ങൾ പകർന്നു തന്ന സുഖത്തിൽ പൊങ്ങച്ച സഞ്ചിയെപ്പോലെ അമ്പട ഞാനേ എന്നഭിമാനിക്കുമ്പോൾ എപ്പോഴാണ് കുറുമ്പ എൻ്റെ ഓർമ്മയുടെ മന്ദാര പടവുകളിൽ നിന്ന് പടിയിറങ്ങിയത്? ഇപ്പോഴും ഡിറ്റക്റ്റീവ് നോവലുകൾ വായിക്കാറുണ്ട്. മായം കലർന്ന ചിരികൾ നിറഞ്ഞ നഗര റെസ്റ്റോറൻറ്റുകളിൽ ഒന്നിലെ സന്ധ്യയിൽ ബില്ലും ടിപ്പുമൊക്കെ കൈപ്പറ്റിക്കഴിഞ്ഞ് വൃദ്ധനായ സപ്ലയർ ഈ ചോദ്യം ചോദിക്കവേ ഞാൻ വീണ്ടും മറുപടിക്കായി പരതി. ആരാണിയാൾ എന്ന സംശയം കടൽപ്പെരുക്കമുണ്ടാക്കിയ എൻ്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെറിഞ്ഞ് വീണ്ടും അയാൾ പേടിപ്പെടുത്തുന്ന ആ ചോദ്യം എറിഞ്ഞു. അല്ല, എന്നെയും മറന്നു. എൻ്റെ മൗഢ്യത്തിനുമേൽ സാന്ത്വനത്തിൻ്റെ ആഘാതമേൽപ്പിച്ചുകൊണ്ട് അയാൾ തുടർന്നു. സാരമില്ല, ഒരുപാട് കാലമായില്ലേ. ദുർഗാപ്രസാദ് ഖേത്രിയുടെ ഭൂതനാഥൻ നിനക്ക് വായിക്കാനായി ആദ്യം തന്നത് ഞാനാണ്. അല്ല, നിന്റെ കൂടെ പഠിച്ച എൻ്റെ മകൻ സതീശനെയും നീ മറന്നുവല്ലേ? 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചരക്ക് ലോറിയിലേക്ക് സൈക്കിൾ ഓടിച്ചു കയറ്റി യാത്ര പറയാതെ മരണത്തിലേക്ക് മടങ്ങിപ്പോയ എൻ്റെ പഴയ കൂട്ടുകാരൻ അന്ന് രാത്രി ഉറക്കത്തിൽ എന്നെ നോക്കി പല്ലിളിച്ച് പരിഹസിച്ചു. ഓർമ്മകളേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് മറവികളുടെ എഞ്ചുവടി എന്ന ഉള്ളറിവിൽ ഞാൻ പിന്നെയും പഠിച്ചു. ദശവർഷങ്ങൾക്കിപ്പുറം ഒരു രാവിൽ മുകളിലേക്ക് നോക്കിയിരുന്നപ്പോൾ എൻ്റെ മറവികൾ കൊണ്ട് മുറിവേറ്റ ആകാശം വിളിച്ചു ചോദിച്ചു, ആഘോഷിക്കാൻ മറന്നുപോയല്ലേ നീ നിന്റെ ഇരുട്ടിലെ റാന്തലുകളെ? വിജ്ഞാനത്തിൻ്റെ വെളിച്ചം നിനക്ക് പകർന്നു തന്ന കൈവിളക്കുകളെ? അതെ, ഓർമ്മകളുടെ ആകാശത്തിലെ ആ ശശിലേഖയുടെ ക്രൂരമായ വിചാരണകൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള എൻ്റെ തത്രപ്പാടാണ് ഈ പുസ്തകം. ജനിമൃതിക്കിടയിൽ കടം കൊണ്ട ഒരു കഥയുടെ കേവലത മാത്രമല്ല ജീവിതമെന്ന് കർമ്മത്തിൻ്റെ കരുത്തുകൊണ്ട് അടയാളപ്പെടുത്തിയ, ആഘോഷിക്കപ്പെടാതെ പോയ ചില മനുഷ്യരുടെ അക്ഷരചിത്രങ്ങളാണ് ഈ പുസ്തകം. ഞെട്ടറ്റു വീഴുന്നതിനു മുൻപ് പണ്ട് തൻ്റെ ചോട്ടിൽ പതിച്ചിരുന്ന വെള്ളത്തെയും വളത്തെയും കുറിച്ച് ഒരിക്കലും ഓർക്കാതെ പോകുന്ന കടലാസു പൂക്കളാണ് നമ്മൾ. നിറം മാത്രമുള്ള, മണവും മമതയുമില്ലാത്ത മറവിയുടെ പൂക്കൾ. ഇന്നലെ നമുക്ക് വേണ്ടി ഇന്നലകളിൽ കരഞ്ഞും കലഹിച്ചും ഉയിരുപേക്ഷിച്ചവരെ കുറിച്ച് ഒരിക്കലും ഓർക്കാത്ത ബോൺസായി മനസ്സുള്ള വെറും മരങ്ങൾ. കണ്ണാടിപ്പെട്ടിയിൽ പ്രദർശിപ്പിക്കുന്ന അലങ്കാര സസ്യങ്ങൾക്കിടയിൽ ഒന്നായിരുന്ന ഈ ഞാനും ഇതാ ഇലയും തലയും കുനിച്ച് എൻ്റെ ചോട്ടിലേക്ക് നോക്കുന്നു. ഓർമ്മകൾ വെള്ളച്ചാലു കീറിയ മണ്ണറകളുടെ നനവിൽ വാക്കുകൊണ്ട് ചായം പുരട്ടിയ എൻ്റെ മുഖമമർത്തുന്നു. ആഘോഷിക്കപ്പെടാതെ അവസാനിച്ച പഴയ തലമുറകളുടെ ചോരയാൽ നനഞ്ഞ എൻ്റെ കാതിൽ മുഴക്കമുള്ള സ്ത്രൈണ ശബ്ദത്തിൽ കുറുമ്പ ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളെയൊക്കെ മറന്നു. ഇതാ എനിക്ക് പിന്നെയും പനിക്കുകയാണ്. GS